നമസ്കാരം ട്രേഡേഴ്സ്, എല്ലാ ദിവസവും രാവിലെ ഏഴക്കുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. ഇന്നലെ US നിന്ന് റീറ്റെയിൽ സെയിൽസ് ഡേറ്റയുടെ റിപ്പോർട്ട് വന്നിരുന്നു. പോസിറ്റീവായിട്ടുള്ള റിപ്പോർട്ട് വന്നു. US മാർക്കറ്റ് ഇന്ത്യൻ സമയം ഏകദേശം ഒരു രാത്രി ഒരു 9 മണി ആ ഒരു സമയത്ത് ഒരു 300 പോയിൻ്റെയൊക്കെ ഒരു റാലിയിലായിരുന്നു US മാർക്കറ്റ് ഡോ ഉണ്ടായിരുന്നത്. ഈവൻ നാസ്ഡാക്കും ശക്തമായ രീതിയിൽ മുന്നോട്ട് പോയി. എന്നാൽ വീണ്ടും ഈ ഒരു ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ്റെ ആ ഒരു കാരണം കൊണ്ട് ഇന്നലെ US മാർക്കറ്റ് രണ്ടും ഡോയും നാസ്ഡാക്കും റെഡിൽ അടച്ച ഒരു അവസ്ഥയിലാണ് ഉള്ളത്. ഇന്നും ഒരുപാട് ഗ്ലോബൽ ഈവൻ്റ് ഉണ്ട്. ചൈനയിലെ GDP ഡേറ്റ വരുന്നുണ്ട്. US നിന്ന് ജെറോം പവലിൻ്റെ സ്പീച്ച് ഉണ്ട്. ജർമ്മനിയിൽ നിന്ന് എക്കണോമിക് സെൻറ്റിമെൻറ്റ്സ് ഡേറ്റ, UK അൺഎംപ്ലോയ്മെൻറ്റ് ഡേറ്റ, അങ്ങനെ ഒരുപാട് ഡേറ്റാസ് വരുന്ന ദിവസം തന്നെയാണ് ഇന്നെങ്കിൽ കൂടിയും അതിലേക്കാളേറെ പ്രസക്തിയുള്ളത് ഈ ഒരു വാറിൻ്റെ ഒരു ഇഷ്യൂലാണ്. ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്നലെ 2 ദിവസം ആയിട്ട് ഇസ്രായേൽ സ്റ്റോക്ക് മാർക്കറ്റ് ഇടിഞ്ഞിരുന്നില്ല. കഴിഞ്ഞ ഞായറാഴ്ച ഗ്രീനിലാണ് ക്ലോസ് ചെയ്തത്. ഈവൻ ഇന്നലെയും ഗ്രീനിലാണ് ഓപ്പൺ ആയിട്ടുള്ളത്. എന്നാൽ ഇന്നലെ ടെൽ അവീവ് ഇൻഡെക്സ് ഏകദേശം ഒരു 1.5% ഇടിവ് ഉണ്ടാക്കിയിട്ടുണ്ട്. കൂടാതെ തന്നെ ഗോൾഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ 2400 ടച്ച് ചെയ്തു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റെല്ലാം തന്നെ റെഡിലാണ്. യൂറോപ്യൻ മാർക്കറ്റ് എന്നാൽ ഇന്നലെ ഗ്രീനിൽ അടച്ചിരുന്നു. ജർമ്മൻ മാർക്കറ്റും ഫ്രാൻസ് മാർക്കറ്റും ഗ്രീനിൽ അടച്ചിരുന്നു. ബിറ്റ്കോയിൻ ശക്തമായ രീതിയിൽ ഫോൾ ആകുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴുള്ള ഗ്ലോബൽ അപ്ഡേറ്റ്സ്. കൂടാതെ ഇന്ത്യൻ മാർക്കറ്റിലെ FIIs ഇന്നലെ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നുവെങ്കിൽ കൂടിയും കഴിഞ്ഞ വെള്ളിയാഴ്ച സെല്ല് ചെയ്ത 8000 കോടി രൂപയൊന്നും ഇന്നലെ അവർ സെല്ല് ചെയ്തില്ല. ഇന്നലെ അവർ 3268 കോടി രൂപയാണ് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്നലെ സെല്ല് ചെയ്തത്. ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 4762 കോടി രൂപയ്ക്ക് ബൈ നടത്തി മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ പ്ലസ്സിലാണ് ഉള്ളത് എങ്കിൽ കൂടിയും റീറ്റെയിലേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് സീവിയറായിട്ട് പാനിക് സെല്ലിങ് കണ്ടു. ഇന്നത്തെ മാർക്കറ്റിലെ പ്രധാന സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോവുകയാണെങ്കിൽ ജിയോ ഫിനാൻസ് സർവീസിനെ സംബന്ധിച്ചുള്ളൊരു ന്യൂസ് ഉണ്ട്. ജിയോ ഫിനാൻസ് സർവീസും ബ്ലാക്ക് റോക്ക് എന്ന് പറയുന്ന അമേരിക്കൻ ബേസ്ഡ് ആയിട്ടുള്ള ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന ഒരു കമ്പനിയാണ്. ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനിയാണ്. അപ്പോൾ അവരും ജിയോ ഫിനാൻസും 50-50 ജോയിൻറ്റ് വെഞ്ചറിൽ ഇന്ത്യയിൽ ബ്രോക്കറേജ് ബിസിനസ് ആരംഭിക്കാനായിട്ട് തീരുമാനിച്ചു എന്നുള്ളതാണ് ന്യൂസ്. ഇൻഡിഗോനെ സംബന്ധിച്ച് ന്യൂസ്, ഇൻഡിഗോയുടെ ഈ ഒരു എയർവേസ് ബിസിനസ്സിലെ വിപണി പങ്കാളിത്തം 60.1 ഉണ്ടായിരുന്നതിൽ 60.5 വർദ്ധിച്ചതായിട്ട് കമ്പനി അറിയിച്ചു. സിപ്ല എന്നെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത്, ഇവായ ബ്യൂട്ടിയുടെ കോസ്മെറ്റിക് ബിസിനസ് 240 കോടി രൂപയ്ക്ക് സിപ്ല അക്യൂർ ചെയ്തു. GTPയിൽ ഹാത്വേ കമ്പനി 10 കോടി രൂപ ലോസ് ഉണ്ടാക്കിയ കമ്പനിയാണ്. ഇന്നലെ ഇവരുടെ റിസൾട്ട് ഉണ്ടായിരുന്നു. 16 കോടി രൂപ അറ്റാദായം ഉയർത്തി. ഗുജറാത്ത് ഗ്യാസ് കമ്പനി ഇന്ത്യൻ ഓയിലായിട്ട് എനർജി സൊല്യൂഷൻ ബിസിനസ്സിനെ സംബന്ധിച്ചുള്ളൊരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. വോഡാഫോൺ ഐഡിയ ഇവരുടെ FPO ഫോളോ ഓൺ പബ്ലിക് ഓഫറിംഗ് ട്യൂസ്ഡേ ഓപ്പൺ ആവും. L&T മൈൻഡ്ട്രീനെ സംബന്ധിച്ച് ഇവരുടെ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് സ്റ്റാഫ്, എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡൻ്റ് എല്ലാം തന്നെ റിസൈൻ ചെയ്തതായിട്ടുള്ള ന്യൂസ്. ഓൾ കാർഗോ കമ്പനിയുടെ ലാസ്റ്റ് ഫിനാൻഷ്യൽ ഇയറിൽ മികച്ച രീതിയിലുള്ള ഒരു കാർഗോ വോളിയം കമ്പനി കരസ്ഥമാക്കി. റാഡിക്കോ കൈതാൻ എന്ന് പറയുന്ന ഒരു ആൽക്കഹോളിക് ബിസിനസ് ചെയ്യുന്നൊരു കമ്പനിയാണ്. അപ്പോൾ ഇവരുടെ പുതിയ കോഹിനൂർ റിസർവ് ഡാർക്ക് റം ഇന്ത്യയിൽ അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ആൽക്കഹോളിക് ബിസിനസ്സാണ്. ഹീറോ മോട്ടോ കോർപ്പിനെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത്, ഇവരുടെ മാർവിക് 450cc എന്ന് പറയുന്ന ഒരു സ്പോർട്സ് സെഗ്മെൻറ്റിലുള്ള എൻഫീൽഡിനൊക്കെ പോലെയുള്ള ആ ഒരു സെഗ്മെൻറ്റിൻ്റെ ആദ്യ വാഹനം കമ്പനി ഓൾറെഡി തന്നെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇന്ത്യയിലെ എല്ലാ ഭാഗത്തും അവർ വിപുലമായിട്ട് ഇവർ സെയിൽ നടത്താനായിട്ട് കമ്പനി തീരുമാനിച്ചു. ഡീപ്പ് ഇൻഡസ്ട്രീസ് കമ്പനി ഓയിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് പുതിയൊരു ഓർഡർ കിട്ടി എന്നുള്ളതാണ് ഇപ്പോഴുള്ള ന്യൂസ്. ഇന്ന് ഏകദേശം 5ഓളം കമ്പനികളുടെ റിസൾട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ പല കമ്പനീസും IPO ഉണ്ട്. പല കമ്പനീസും ഡിവിഡൻഡ് പ്രഖ്യാപിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ന് ബ്രേക്ക് ഔട്ട് സ്റ്റോക്കുകളുണ്ട്. ഇന്ന് FNO ബാൻ ഉണ്ട്. അങ്ങനെ ഒരുപാട് ഇൻഫർമേഷൻസ് നമ്മളുടെ ഈ ഒരു ന്യൂസ് ചാനലിൽ
നമ്മൾ പങ്കുവെക്കാനായിട്ട് ടൈം ഒരുപാട് എടുക്കുന്ന കാര്യങ്ങൾ നമ്മുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. അതിനൊരു ആൻഡ്രോയിഡ് ആപ്പും ഉണ്ട്. ബിസ്മൈറ്റ് ട്രേഡിംഗ് എന്നാണ് നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഡൊമൈൻ. അതിൻ്റെ ട്രേഡ് ബഡ്ഡി ടാബിൽ ഈ പറയുന്ന ഇൻഫർമേഷൻസ് എല്ലാം തന്നെ റിസൾട്ട്, കലണ്ടർ, റിസൾട്ട് അനൗൺസ്മെൻറ്റ്, റിസൾട്ട് കലണ്ടർ നമുക്ക് കൃത്യമായിട്ട് വേണം. ഇൻഫോസിസിൻ്റെ റിസൾട്ട് എന്നാണ്, അതനുസരിച്ച് നമുക്ക് പൊസിഷൻസ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യപ്പെടേണ്ടതാണ്. അപ്പോൾ ആ റിസൾട്ട് എല്ലാം തന്നെ, റിസൾട്ട് കലണ്ടർ എല്ലാം തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ചെക്ക് ചെയ്യുക. ഇനി മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോകാം. നമുക്ക് നേരെ ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും ടോപ്പിൽ കാണാം ടെൽ അവീവ് ഇൻഡെക്സ് 1.5% ഇടിഞ്ഞിരുന്നു. അതിന് താഴെ ഗോൾഡ് 2400 എത്തി നിൽക്കുന്നുണ്ട്. അതിന് മൂന്നാമത്തെ സ്റ്റെപ്പിന് മുകളിൽ താഴെ ഉള്ളത് ഏഷ്യൻ മാർക്കറ്റാണ്, ഇപ്പോൾ ഇടിവിലാണ്. ഡോ ഫ്യൂച്ചർ ഏറ്റവും മിഡിലായിട്ട് ഫ്ലാറ്റാണ്. ബിറ്റ്കോയിൻ ശക്തമായിട്ടുള്ളൊരു ഇടിവ് കാണാം. ജർമ്മനും ഫ്രാൻസും ഗ്രീനിൽ ക്ലോസ് ചെയ്തിരുന്നു. ഡോയും നാസ്ഡാക്കും റെഡിൽ അടച്ചിരുന്നു. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികൾ ഇടിവിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നിഫ്റ്റി എവിടെയാണ്, നിഫ്റ്റിയുടെ വാല്യൂ ഇപ്പോൾ എവിടെ നിൽക്കുന്നതെന്ന് നോക്കുകയാണെങ്കിൽ മൺഡേ ക്ലോസ് കാണാം. അതിനുശേഷം മൺഡേ ക്ലോസ് ഉണ്ടായിരുന്നത് ഏകദേശം ഒരു 22,350 എന്ന നിലയിലായിരുന്നു. അതിനുശേഷം 22,430, ഏകദേശം ഒരു 80 പോയിൻറ്റോളം ഇന്നലെ നിഫ്റ്റി ഉയർന്നിരുന്നു. വീണ്ടും ശക്തമായിട്ടൊരു ഫോൾ ഉണ്ടായി. ഇപ്പോൾ നിഫ്റ്റി എത്തി നിൽക്കുന്നത് 22,250, അതായത് ഇന്നലത്തെ ക്ലോസിങ്ങിൽ നിന്ന് 100 പോയിൻ്റ് താഴെ എന്ന നിലയിലാണ്. അപ്പോൾ നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു നെഗറ്റീവ് ഓപ്പണിംഗ് ആണ്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഡോ ഫ്യൂച്ചറും ഏഷ്യൻ മാർക്കറ്റും ബിറ്റ്കോയിൻ അടക്കം ഒരു ഫോളിൽ തന്നെയാണ് ഉള്ളത്. ഇന്ന് ഒരുപാട് ഈവൻറ്റുകൾ ഉണ്ട്, ജെറോം പവലിൻ്റെ സ്പീച്ച് ഉൾപ്പെടെ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇപ്പോഴുള്ള മാർക്കറ്റിൻ്റെ അപ്ഡേറ്റ്സ്. കൂടാതെ നാളെ മാർക്കറ്റ് അവധിയുമാണ്. അപ്പോൾ നാളെ ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ഉണ്ടായിരുന്നു, അത് ഇന്നത്തേലേക്ക് എക്സ്പയറിലേക്ക് മാറി. അപ്പോൾ ഇന്ന് ഫിനാൻഷ്യൽ നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും എക്സ്പയറിയാണ് ഉള്ളത്. ഈ ഫിനാൻഷ്യൽ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റി എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് സെയിം കമ്പനീസാണ് ഉള്ളത്. HDFC ബാങ്ക് ഫിൻ നിഫ്റ്റിയിലും ഉണ്ട്, ബാങ്ക് നിഫ്റ്റിയിലും ഉണ്ട്. അപ്പോൾ അത് കൂടുതൽ വോളറ്റിലിറ്റി ഉണ്ടാക്കും. ഓൾറെഡി നമ്മൾ ഇന്നലെ കണ്ടിരുന്ന പുട്ട് കോൾ റേഷ്യോ ബാങ്ക് നിഫ്റ്റിയുടെയും ഫിൻ നിഫ്റ്റിയുടെയും സപ്പോർട്ട് സോണുകൾ ഒന്നും തന്നെ പരിസരത്ത് പോലും ഇല്ലാത്തൊരവസ്ഥയിലാണുള്ളത്. PCR എല്ലാം തന്നെ 0.5 ആ ഒരു റേഞ്ചിലാണ്, അൾട്രാ വീറിഷാണ്. അപ്പോൾ അതാണ് മാർക്കറ്റിലുള്ളൊരു അവസ്ഥ. പക്ഷേ ആളുകൾ ഒരുപാട് മാർക്കറ്റിനെ ഷോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു പോസിറ്റീവായിട്ടുള്ള ന്യൂസ് വരാണെങ്കിൽ ഈ ഷോർട്ട് ചെയ്ത ആളുകളെല്ലാം തന്നെ ലോസ് ബുക്ക് ചെയ്യുക, അത് ഷോർട്ട് കവറിങ് എന്ന് പറയും. അതുണ്ടാവുമെന്ന് നമുക്കറിയില്ല. എനിവേ അത് ആളുകൾ കൂടുതൽ അർഹിക്കാത്തതിൽ കൂടുതൽ മാർക്കറ്റിനെ ഷോർട്ട് ചെയ്തൊരവസ്ഥയിലാണ് മാർക്കറ്റിൻ്റെ നിൽപ്പ്. വൈകിട്ട് 7 മണിക്ക് വിശദമായിട്ട് മാർക്കറ്റ് ന്യൂസായിട്ട് കാണാം. താങ്ക് യു ഓൾ.